അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം, അതിനെ പറ്റിയുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് തയ്യാറാക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നിങ്ങളൊരു പുസ്തകത്തിനകത്ത് വരച്ച് അല്ലെങ്കിൽ പുസ്തകത്തിൽ കൃത്യമായിട്ട് അതിനെ രേഖപ്പെടുത്തി വെച്ചേക്കണം. നമുക്ക് ഈ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാം റെഡിയാണെന്നുള്ള ഒരു വിചാരത്തോടു കൂടി ഞാൻ എൻ്റെ അടുത്ത ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കും എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകത്തിന്റെയും എക്സ്പെൻസിന്റെയും സമ്മറിയാണ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് expenses and income of a not for profit organization. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകത്തിന്റെ എക്സ്പെൻസിന്റെ സമ്മറിയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ നേരത്തെ പഠിച്ചതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിമിലർ ആണ്. നമ്മൾ ഒരു ട്രേഡിംഗ് കൺസേണിൽ നമ്മൾ എന്തിനാണോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരച്ചത്, എന്തിനാ വരച്ചത്? ആ സ്ഥാപനത്തിന്റെ നഷ്ടം അല്ലെങ്കിൽ ലാഭം എത്താൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈ സ്ഥാപനത്തിൽ നമുക്കറിയാം ഫൈനൽ അക്കൗണ്ടിലെ ഒരു പോർഷൻ നമ്മൾ പഠിച്ചു, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പഠിച്ചു. രണ്ടാമത്തെ പോർഷനായ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത്? നമ്മൾ തയ്യാറാക്കുന്നത് ആ സ്ഥാപനത്തിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആൻഡ് റെൻഡറിംഗ് സർവീസ് ആണ്. അപ്പൊ എങ്കിൽ പോലും ഇവിടെ കുറച്ച് എക്സ്പെൻസും ഉണ്ട്, കുറെ ഇൻകവും ഉണ്ട്. അപ്പൊ ആ എക്സ്പെൻസ് ഇൻകവും നമ്മളുടെ വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. മിച്ചം അല്ലെങ്കിൽ അപര്യാപ്തത, കുറവെന്ന് പറയും. അപ്പൊ എന്താണ് സർപ്ലസ് എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താ സർപ്ലസ്? എക്സസ് ഓഫ് ഇൻകം. ഇൻകമാണ് എക്സസ്, ഇൻകമാണ് കൂടുതലെങ്കിൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കാൾഡ് നമ്മൾ സർപ്ലസ് എന്ന് പറയും. നേരെ മറിച്ച് എക്സ്പെൻഡിച്ചർ ആണ് എക്സസ് എങ്കിൽ, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഓവർ ഇൻകം ആണെങ്കിൽ വിളിക്കും നമ്മൾ അതിനെ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ എക്സസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എത്രയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗം പഠിക്കുന്നത്. ഫൈനൽ അക്കൗണ്ടിൽ 3 ഭാഗത്തിൽ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പഠിക്കാൻ പോകുന്നു. ഇനി ഒന്നുകൂടെ ഉണ്ട് ബാലൻസ് ഷീറ്റ്. ഇനി ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ എന്താ കാണിക്കുന്നത്? അത് നമ്മൾ കാണിക്കുന്നത് ഈ കറണ്ട് ഇയറിലെ മാത്രം, നമ്മൾ ഏത് വർഷമാണോ തയ്യാറാക്കുന്നത്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഏത് വർഷത്തെ അക്കൗണ്ട് ആണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ വർഷത്തേക്ക് മാത്രമുള്ള ലാഭം എത്ര, നഷ്ടം എത്ര, അഥവാ നമ്മൾ പറയുന്നത് സർപ്ലസ് എത്ര, ഡെഫിസിറ്റ് എത്ര എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പി ആൻഡ് അക്കൗണ്ട് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് നോക്കിയാണ് വരച്ചിരുന്നത്. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസിന്റെ സ്ഥാനത്ത് വരുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആയിരിക്കും തരിക. അപ്പോൾ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും അതിനോടൊപ്പമുള്ള ചില അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ഏതിന്റെ ഹെൽപ്പോട് കൂടിയാണ്? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു സ്ഥാപനം തന്നിരിക്കുന്ന റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകളോട് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സമ്മറിയാണ്. ഏതിന്റെ സമ്മറിയാണ്? എക്സ്പെൻസസിന്റെ ഇൻകത്തിന്റെ സമ്മറിയാണ്. ഇത് നമുക്ക് സാധാരണ വരയ്ക്കുന്ന എന്തുപോലെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് പകരമാണ്. ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഏതാണ്? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുക. എത്ര വർഷത്തെ ലാഭം അല്ലെങ്കിൽ നഷ്ടമാണ് കണക്കാക്കുന്നത്? ഒരു വർഷത്തെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ് നമ്മൾ കണക്കാക്കുക. ഏത് വർഷമാണോ ആ വർഷത്തേക്കുള്ള സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ് കണക്കാക്കുക. അപ്പൊ ആ വർഷത്തേക്കുള്ള സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആകുമ്പോൾ ആ വർഷത്തെ എക്സ്പെൻസസും ആ വർഷത്തെ ഇൻകവും മാത്രമേ നമ്മൾ ഇതിനകത്ത് എഴുതാവൂ. അതാണ് പ്രത്യേകത. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പൈസകളൊന്നും ഇതിനകത്ത് വരാൻ പാടില്ല, അടുത്ത വർഷത്തെ പൈസ ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. ആ കറണ്ട് ഇയറിൽ എത്രമാത്രം നമുക്ക് എന്തുണ്ട്? എക്സ്പെൻസ് ഉണ്ട്, കറണ്ട് ഇയറിൽ നമുക്ക് എന്തുമാത്രം ഇൻകം ഉണ്ട്, ആ എക്സ്പെൻസും ഇൻകവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണക്കാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുക ഈ പറഞ്ഞിരിക്കുന്ന സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കണക്കാക്കാൻ. അപ്പൊ നമുക്കറിയാം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡിൽ നമുക്ക് റെസീറ്റ് പേയ്മെന്റ് തരും. അവിടെ നമ്മൾ കറണ്ട് ഇയറിലെ പൈസയാണോ, പ്രീവിയസ് ഇയറിലെ പൈസയാണോ, നെക്സ്റ്റ് ഇയറിലെ പൈസയാണോ നമ്മൾ നോക്കാറില്ല. ഈ വർഷം കിട്ടി നമ്മൾ അവിടെ എഴുതും.
അതുകൊണ്ട് ആ തന്നിരിക്കുന്ന ഫിഗർ അതുപോലെ എടുത്ത് നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻസ് റെക്കോർഡിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ തുകയ്ക്കകത്ത് ഏതൊക്കെ വരാം? അത് റെസീറ്റ് ആയാലും കൊള്ളാം, പേയ്മെന്റ് ആയാലും കൊള്ളാം. കറണ്ട് ഇയറിലെ പൈസയും കാണും, പ്രീവിയസ് ഇയറിലെ പൈസയും കാണും, നെക്സ്റ്റ് ഇയറിലെ പൈസയും കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ഒരുമിച്ചാണ് പൈസ തന്നിരിക്കുന്നതെങ്കിൽ അതിനകത്ത് കറണ്ട് ഇയറിലെ പൈസ മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രീവിയസ് ഇയറിലെ പൈസ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം, നെക്സ്റ്റ് ഇയറിലെ പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറയ്ക്ക് മാറ്റണം. അപ്പോൾ ആ വർഷത്തെ പൈസ മാത്രം എടുക്കുക എന്നർത്ഥം. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ വർഷത്തെ പൈസ, കഴിഞ്ഞ വർഷങ്ങളിലുള്ള പൈസ, അടുത്ത വരാൻ പോകുന്ന വർഷങ്ങളിലുള്ള പൈസ, ഇതൊക്കെ ഉണ്ടെങ്കിൽ കറണ്ട് ഇയറിലെ പൈസ മാത്രമായി നമുക്ക് കൂടി എടുക്കാവൂ. അതിന്റെ കൂടെ എന്തെങ്കിലും കിട്ടാനുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു 150 മെമ്പർമാരുണ്ട് വിചാരിക്കും. നമ്മുടെ ക്ലബിൽ 150 അംഗങ്ങളുണ്ട്. 10 രൂപ വെച്ച് 1500 രൂപ കിട്ടേണ്ടത് 1000 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 500 രൂപ ഇനിയും കിട്ടാനുണ്ട്. അത് ഈ വർഷം കിട്ടേണ്ട പൈസയാണ്. അപ്പൊ അത് ഈ വർഷത്തെ കണക്കിൽ വരേണ്ടതാണ്. അങ്ങനെ നമുക്കറിയാം. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള എമൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ കൂട്ടും. അപ്പൊ ക്ലോസിംഗിൽ വല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിലൂടെ കൂട്ടിയെടുക്കും. ഇതുപോലെ ഓപ്പണിംഗ് ഉണ്ടെങ്കിലോ നമ്മൾ അതിന് കുറച്ച് മാറ്റും. എന്തിനാ ചെയ്യുന്നത്? ആ കറണ്ട് ഇയറിലേക്കുള്ള പൈസ മാത്രം വരാൻ വേണ്ടിയാണ് എന്ന് അറിഞ്ഞു വെച്ചേക്കാൻ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫിഗർ നമ്മൾ എടുത്ത് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എടുക്കുമ്പോൾ, ഞാൻ ഒന്നുകൂടി ചുരുക്കിയപ്പോഴും പറയാം, I&D അക്കൗണ്ട് എടുക്കുമ്പോൾ ആ I&D അക്കൗണ്ടിനകത്ത് കറണ്ട് ഇയറിലെ പൈസ മാത്രം വരാൻ വേണ്ടി ഈ റെസീറ്റ് അക്കൗണ്ട് തന്നിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും അടുത്ത വർഷത്തെയും ആണെങ്കിൽ ആ രണ്ട് ഫിഗർ, ഏതൊക്കെ രണ്ട് ഫിഗർ? കഴിഞ്ഞ വർഷത്തെ തുകയും വരാൻ പോകുന്ന അടുത്ത വർഷത്തെ തുകയും നമ്മൾ അതിൽ നിന്നും കുറച്ച് മാറ്റും. എന്നിട്ട് ആ കറണ്ട് ഇയർ മാത്രം എടുക്കുക. എന്നിട്ട് അതിന്റെ കൂടെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ഉണ്ടെങ്കിൽ അത് കൂട്ടുക. ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കഴിഞ്ഞ വർഷം കിട്ടാനുള്ള പൈസ വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണ്? അപ്പൊ ഇത് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കി വെച്ചേക്കാം. കണക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇനി ഒരു റെസിഡന്റ് അക്കൗണ്ട് നോക്കി നമ്മൾ I&D അക്കൗണ്ട് എഴുതുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ട്, ഏതൊക്കെ സ്റ്റെപ്പുകൾ നോക്കിയാണ് നമ്മൾ, അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതിന്റെ സ്റ്റെപ്പുകൾ? ഒന്ന്, തന്നിരിക്കുന്ന റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ തറോ ആയിട്ട് നമ്മൾ പെർസ്യൂ ചെയ്യുക. പെർസ്യൂ ദ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തറലി. ഒന്നാമത്തെ പോയിന്റ് അതാണ്. തന്നിരിക്കുന്ന റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് വളരെ വളരെ തറോ ആയിട്ട്, വളരെ അധികാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി എടുക്കുക. എന്താണ് അതിൽ തന്നിരിക്കുന്ന ഓരോരോ ഐറ്റങ്ങൾ, എന്താണ് അതിൽ തന്നിരിക്കുന്ന ഓരോരോ വരവ് എന്താണ്, അല്ലെങ്കിൽ റെസീറ്റ് എന്താണ്, ഓരോരോ പേയ്മെന്റ് എന്താണ് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി. എന്താണ് വ്യക്തമാക്കേണ്ടത്? നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ ഐറ്റം ഉണ്ട്, റവന്യൂ ഐറ്റം ഉണ്ട്. അപ്പൊ റെസീറ്റ് തന്നെ ക്യാപിറ്റൽ റെസീറ്റ് ഉണ്ട്, റവന്യൂ റെസീറ്റ് ഉണ്ട്, പേയ്മെന്റ് ക്യാപിറ്റൽ പേയ്മെന്റ്, റവന്യൂ പേയ്മെന്റ് ഉണ്ട്. നമുക്കറിയാം ഇത് റവന്യൂ അക്കൗണ്ട് ആണ് പറയുന്നത്. അപ്പൊ റവന്യൂ ഐറ്റം മാത്രമേ ഇതിനകത്ത് എടുക്കാവൂ. അപ്പൊ അതുകൊണ്ട് ഇതിലെ റവന്യൂ ഏത്, ക്യാപിറ്റൽ ഏത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഈ തന്നിരിക്കുന്ന റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ട് വളരെ തറോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പെർസ്യൂ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്ന റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ആ റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടായിരിക്കുക. ഓപ്പണിംഗ് സമയത്തുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ബാക്ക് എല്ലാ സ്ഥാപനത്തിലും ഉണ്ടാവണം എന്നൊന്നും നിർബന്ധമില്ല. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷം ആ സ്ഥാപനം ഉണ്ടെങ്കിൽ ഈ വർഷം അതിന് ഓപ്പണിംഗ് ബാലൻസ് കാണൂ. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പൊ അങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സമയത്തുള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന പൈസ എന്ന് പറയുന്നത് എന്തല്ല? ഒരു റവന്യൂ ഐറ്റം അല്ല, അതൊരു അസറ്റ് ആണ്. അസറ്റ് ഒന്നും ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ട് അക്കൗണ്ട് നമ്മൾ എടുക്കാറില്ല. അതുപോലെ ഇവിടെ നമ്മൾ എടുക്കാൻ പാടില്ല. അതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. അപ്പൊ തന്നിരിക്കുന്ന റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് ഐറ്റമായ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഏതൊക്കെ പേര് തരാം? ക്യാഷ് ആയിട്ട് തരാം, ക്യാഷ് ബാങ്ക് ആയിട്ട് തരാം, FD ആയിട്ട് തരാം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ കളയുക, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയും കളയുക, എക്സ്ക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ എന്തുമാത്രം കൺസിഡർ ചെയ്താൽ നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് റവന്യൂ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏതിനെ കൂടെ അവോയ്ഡ് ചെയ്യാം? ഇതിനകത്തുള്ള ക്യാപിറ്റൽ റെസീറ്റ്സിനകത്ത് ക്യാപിറ്റൽ റെസീറ്റും ഉണ്ട്, റവന്യൂ റെസീറ്റും ഉണ്ട്. അതുകൊണ്ട് ക്യാപിറ്റൽ റെസീറ്റുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ആവർത്തിച്ച് കിട്ടാത്ത ഐറ്റങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക.
അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെന്റ് എല്ലാം നമ്മൾ ചെയ്യാം. അസറ്റ് മേടിക്കുന്ന പോലെ ചില ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അപ്പൊ എന്തൊക്കെ ഒഴിവാക്കാം? ഓപ്പണിംഗ് ബാലൻസ് ഒഴിവാക്കാം, ക്ലോസിംഗ് ബാലൻസ് ഒഴിവാക്കണം, ക്യാപിറ്റൽ റെസീറ്റ് ഒഴിവാക്കാം, ക്യാപിറ്റൽ പേയ്മെന്റ് ഒഴിവാക്കാം. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 4 ഐറ്റങ്ങൾ, 4 ടൈപ്പിൽപ്പെട്ട ഐറ്റങ്ങൾ എവിടെ വരില്ല? ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. പിന്നെ ഞാൻ പറഞ്ഞു എന്ത് മാത്രമേ വരൂ? റവന്യൂ റെസീറ്റ്, റവന്യൂ പേയ്മെന്റ് മാത്രമേ വരൂ. അപ്പൊ റവന്യൂ റെസീറ്റ്, റവന്യൂ പേയ്മെന്റ് മാത്രം ഇവിടെ നിന്ന് എടുക്കുക. റെസീറ്റ് സൈഡിലുള്ള റവന്യൂ റെസീറ്റുകളും പേയ്മെന്റ് സൈഡിലുള്ള റവന്യൂ പേയ്മെന്റ് മാത്രം എടുക്കുക. അത് പറഞ്ഞതിനകത്താണ് ഞാൻ ഈ പറഞ്ഞത്. ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ കൂട്ടേണ്ടി വരും, നേരത്തെ മേടിച്ചിട്ടുള്ള പൈസ നമ്മൾ അതിന് കുറയ്ക്കേണ്ടിയൊക്കെ വരാം. സാധാരണഗതി 4 കാര്യങ്ങളാണ് വരുന്നത്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഓപ്പണിംഗിലെ റിസീറ്റ് അഡ്വാൻസ് ആണ്, ക്ലോസിംഗ് റിസീറ്റ് അഡ്വാൻസ് ആണ്. ഈ 4 ടൈപ്പിൽപ്പെട്ട ഐറ്റം പ്രധാനമായിട്ട് കാണാം. അതിൽ ഞാൻ ഒരു ഐറ്റം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. കിട്ടിയതിലൂടെ കിട്ടാനുള്ളത് കൂട്ടുകാരോട് പഠിച്ചിട്ടുണ്ട്. കാരണം കിട്ടിയ എമൗണ്ട് മാത്രമല്ല, ഈ വർഷം കിട്ടാനുള്ളത് ചേർത്താണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്തു. ഞാൻ പറഞ്ഞു വെക്കുന്ന ശമ്പളം 2500 രൂപ. എനിക്ക് 2000 മാത്രമേ തന്നുള്ളൂ എന്ന് ഞാൻ ചെന്നത്തെ എന്റെ ശമ്പളം 2000 രൂപയല്ല, 500 രൂപ കിട്ടാനുള്ളൂടെ ചേർത്തിട്ടാണ്. ഇതെനിക്ക് ഇന്നലെ നാളെ കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നു 2000 പ്ലസ് 500 രൂപ. അപ്പൊ 2500 രൂപയാണ് എന്റെ യഥാർത്ഥ ശമ്പളം എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ യഥാർത്ഥ വരവും യഥാർത്ഥ ചെലവും എടുക്കുമ്പോൾ അതിന്റെ കൂടെ ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക. അപ്പൊ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് കുറയ്ക്കുക. അപ്പൊ ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യാൻ പറയുന്നത്? കുറയ്ക്കുക. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പ്രീപെയ്ഡ് അല്ലെങ്കിൽ റിസീവ്ഡ് അഡ്വാൻസ്. നേരത്തെ കൊടുത്ത നേരത്തെ കിട്ടിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. പ്രീപെയ്ഡ് എല്ലാം കുറയ്ക്കുക. എപ്പോഴത്തെ പ്രീപെയ്ഡ്? ക്ലോസിംഗ് ആയിട്ടുള്ള പ്രീപെയ്ഡ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടുക. 4 കാര്യങ്ങളെ ശ്രദ്ധിക്കാറുള്ളൂ. ഒന്നുകൂടെ പറയാം. ഒരെണ്ണം ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ്. ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, പ്രീപെയ്ഡ് കുറയ്ക്കുക. 2 ക്ലോസിംഗിലെ കാര്യമാണ് പഠിച്ചത്. അപ്പൊ ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുമെങ്കിൽ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കും. ക്ലോസിംഗിലെ പ്രീപെയ്ഡ് കുറയ്ക്കുമെങ്കിൽ ഓപ്പണിംഗിലെ പ്രീപെയ്ഡ് കൂട്ടും. ഈ 4 കാര്യം മനസ്സിൽ വച്ചേക്കണം. അപ്പൊ അങ്ങനെ ഈ തന്നിരിക്കുന്ന റെസീറ്റുകളെല്ലാം നമുക്ക് പറയാം, കിട്ടുന്ന പൈസയെല്ലാം നമുക്ക് ഇൻകം ആണെന്ന് പറയാം. പക്ഷെ അത് ക്യാപിറ്റൽ നേച്ചർ എടുക്കരുത്, റവന്യൂ നേച്ചർ മാത്രമേ എടുക്കാവൂ. ആ റവന്യൂ നേച്ചറിനകത്ത് കിട്ടിയതിലൂടെ വല്ല എമൗണ്ട് കിട്ടാനുള്ളതിന്റെ താഴെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നിരുന്നാൽ അതും കൂടെ ക്ലോസിംഗ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ക്ലോസിംഗിലെ പ്രീപെയ്ഡ് കുറയ്ക്കുക, ഓപ്പണിംഗിലെ പ്രീപെയ്ഡ് എന്ത് ചെയ്യുക? കൂട്ടുക. ഇത് മനസ്സിൽ വ്യത്യസ്തമാക്കി വെച്ചേക്കണം. ഇത് നമ്മൾ ഇതോടെ ചെയ്യേണ്ടി വരും. പേയ്മെന്റ് സൈഡിലുള്ള എല്ലാം നമുക്ക് കൊടുക്കുന്ന പൈസ എല്ലാം എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ക്യാപിറ്റൽ നേച്ചറിൽ എടുക്കാൻ പാടില്ല, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ എടുക്കാവുള്ളൂ, റവന്യൂ നേച്ചർ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ റവന്യൂ മാത്രം എടുക്കുക, അതെല്ലാം എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ പറയാം, ഈ റെസീറ്റുകളെല്ലാം ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിന് 2 സൈഡാണുള്ളത്. അതിന് ഒന്നിനെ നമുക്ക് ഡെബിറ്റ് സൈഡ്, ഒന്നിനെ നമുക്ക് ക്രെഡിറ്റ് സൈഡ് എന്നും പറയാം. ഡെബിറ്റ് സൈഡിനകത്ത് നമ്മൾ എഴുതുന്നത് എക്സ്പെൻഡിച്ചർ ആണ്, ക്രെഡിറ്റ് സൈഡ് നമ്മൾ എഴുതുന്നത് ഇൻകം ആണ്. എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടുത്തെ റെസീറ്റുകളാണ് നമുക്ക് ഇൻകം ആയിട്ട് പറയുക. അപ്പോൾ റെസിഡന്റ് അക്കൗണ്ടിലെ റെസീറ്റുകളാണ് ഇൻകം. അങ്ങനെയാണെങ്കിൽ അത് ഇതിന്റെ ക്രെഡിറ്റ് സൈഡിലും, പേയ്മെന്റുകളെല്ലാം എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് ഇതിന്റെ ഡെബിറ്റ് സൈഡിലും വേണം കാണിക്കാൻ. Take the revenue receipts as income in the income and expenditure account. Other than revenue payments given in the credit side of the receipt and account is shown on the debit side of the account income and expenditure account. Receipt എല്ലാം കിട്ടുന്നത് വരവാണ്, അത് വരവ് സൈഡ് കാണിക്കുക, കൊടുക്കുന്നതെല്ലാം ചെലവാണ്, അതുകൂടെ കാണിക്കുക. പക്ഷേ ഓർമ്മിക്കണം, ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ പേയ്മെന്റ് എടുക്കരുത്. കറണ്ട് ഇയറിലെ പൈസ മാത്രം എടുക്കണം. ഏതിന്റെ? റവന്യൂ നേച്ചറിലെ കറണ്ടിലെ പൈസ മാത്രമേ എടുക്കാവൂ. ഇനി ഇതിൽ തരാത്ത ഐറ്റങ്ങളുണ്ട്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ഇതൊന്നും പൈസയായിട്ട് കിട്ടുന്ന ഐറ്റം അല്ല. ഡിപ്രീസിയേഷൻ ഒരിക്കലും ക്യാഷ് ആയിട്ട് വരില്ല, ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, അതുപോലെ എന്താണ് ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന നഷ്ടം അല്ലെങ്കിൽ ലാഭം, ഇതൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കുക, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ഇൻകം ആയിട്ട് കാണിക്കുക. ഇത്രയുമാണ് ഇതിന്റെ സ്റ്റെപ്പ്. അപ്പൊ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ സ്റ്റെപ്സ്?
വൈൽ പ്രിപ്പയറിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചോദിച്ചാൽ ഒന്ന്, പെർസ്യൂ ദ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തറലി. റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വളരെ തറവായിട്ട് നമ്മൾ പെർസ്യൂ ചെയ്യുക. രണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യുക. ഏതൊക്കെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസ് ഇൻ ദ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഇൻ ദ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അത് രണ്ടും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക. പിന്നെ വീണ്ടും എക്സ്ക്ലൂഡ് ചെയ്യുക, ക്യാപിറ്റൽ റെസീറ്റ് എല്ലാം എക്സ്ക്ലൂഡ് ചെയ്യുക, എക്സ്ക്ലൂഡ് ചെയ്യുക. ഇനി ഏത് മാത്രം കൺസിഡർ ചെയ്യാൻ, ഏത് മാത്രം എടുക്കുക? റവന്യൂ റിസീറ്റ്സും റവന്യൂ പേയ്മെന്റും. അത് ഏത് വർഷത്തെ മാത്രം? കറന്റ് ഇയറിലെ മാത്രം എടുക്കുക. എന്തെങ്കിലും കിട്ടാനുണ്ട്, അത് കിട്ടിയ കൂട്ടത്തിൽ കാണും, അഡ്ജസ്റ്റ്മെന്റിലേക്ക് കാണുള്ളൂ. അത് കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? നമ്മൾ കൂട്ടുക. ക്ലോസിംഗ് ആണെങ്കിൽ കൂട്ടുക, ഓപ്പണിംഗ് ആണെങ്കിൽ കുറയ്ക്കുക. അതുപോലെ ക്ലോസിംഗ് പ്രീപെയ്ഡോ അഡ്വാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുക. ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ കൂട്ടുക. ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് അറിയേണ്ടതേ ഉള്ളൂ, ഇത് തരാത്തിലായിട്ടുള്ള ഡിപ്രീസിയേഷൻ നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ഏത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അതിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കുക. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഏതെങ്കിലും ഫർണിച്ചറോ മെഷീനോ ഒക്കെ വിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻകമായിട്ട് കാണിക്കുക, ലോസ് ആണ് ഇവിടെ കാണിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റെപ്പുകൾ നമുക്ക് പറയാൻ പറ്റും. സ്റ്റെപ്പുകൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റിസീവബിൾ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്പ് ഉണ്ട്, IND അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്പ് ഉണ്ട്, ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി ഞാനൊരു നമ്മൾ കഴിഞ്ഞ ദിവസം തന്നിരുന്ന റിസീവബിൾ അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ ബോർഡിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വശമുണ്ട്. അതിലൊന്ന് ഐറ്റം ഇതൊക്കെയാണ്. ഒന്ന്, ക്യാഷ് ഇൻ ഹാൻഡ്. ഓപ്പണിംഗ് സമയത്തുള്ള ക്യാഷ് ഹാൻഡ് ഉണ്ട്, ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ട്. ബാലൻസ് ബോർഡോട് നൽകിയിട്ട് ക്യാഷ് ഹാൻഡ് ക്യാഷ് ബാങ്ക് രണ്ടും എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഇത് രണ്ടും നമ്മൾ എവിടെ എടുക്കാൻ പാടില്ല? ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇൻ ബാങ്ക്, ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഐറ്റങ്ങൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇത് രണ്ടും എവിടെ വരില്ല? ഈ പറഞ്ഞിരിക്കുന്ന ഏതിൽ വരില്ല? ഇൻകം കൊണ്ട് എടുക്കാൻ പാടില്ല. ക്ലോസ് സമയത്ത് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ട്. ഇത് നമ്മൾ എവിടെ എടുക്കാൻ പാടില്ല? ഈ തന്നിരിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൊണ്ട് എടുക്കാൻ പാടില്ല. പിന്നെ ഇത് എവിടെ എടുക്കും? ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുക്കും, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. എന്നത്തെ ബാലൻസ് ഷീറ്റ് ആണ് വരയ്ക്കുന്നത്, അന്നത്തെ ബാലൻസ് ഷീറ്റ് എടുക്കുക. ഇത് 2014 ഏപ്രിലാണ്, ഇത് 2015 മാർച്ചിലാണെങ്കിൽ ഇത് 14 ഏപ്രിൽ വരയ്ക്കുമ്പോൾ എടുക്കുക, ഇത് 15 ഏപ്രിൽ വരയ്ക്കുമ്പോൾ എടുക്കുക. ഇത് രണ്ടും നമുക്ക് ഇവിടെ എടുക്കാൻ പാടില്ല. ഇനി സബ്സ്ക്രിപ്ഷൻ നമുക്കറിയാം റവന്യൂ ആണ് എടുക്കുക. സബ്സ്ക്രിപ്ഷൻ നമുക്ക് റവന്യൂ ഇനമാണ് എടുക്കാം. പക്ഷെ ഓർമ്മിക്കണം, ഈ പറഞ്ഞതിനകത്ത് കറണ്ട് ഇയറിലെ പൈസ 14-15, പ്രീവിയസ് ഇയർ ഉണ്ട്, സക്സീഡിംഗ് ഇയർ ഉണ്ട്. കിട്ടുന്ന ഉത്തരം 1,80,400. അത് നമുക്ക് സർപ്ലസ് എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു കണക്കിന്റെ രീതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന നമുക്ക് ഈ കണക്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന? ആദ്യം ഒരു ക്യാഷ് ബുക്ക് തരുന്നു, റെസീവർ നമ്മൾ തയ്യാറാക്കി, അതിനുള്ള കൈവശം ഉണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് ചെയ്ത് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ച് നമ്മുടെ തന്നെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഒക്കെ കണ്ടുപിടിച്ചു. ഇത്രയുള്ള കാര്യം. ഓക്കെ.